വെൽക്കം ബാക്ക് ടു PSC അശ്വമേധം. അപ്പോൾ ഇന്നലെ നടന്ന UPSC പരീക്ഷയിൽ ചോദിച്ച GK ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗനിൽ നിന്നും താഴെ പറയുന്നവയിൽ ഏതിൻ്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഉഴുതവയലിൻ്റെ തെളിവുകളാണ് രാജസ്ഥാനിലെ കാലിബംഗനിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിൽ ഗോത്രജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏത്? കേരളത്തിലെ ഗോത്രജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏതാണ്? കുറിച്യർ കലാപമാണ്. മെസപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത്? ഓപ്ഷൻ സി ആണ് സിഗുറാത്തുകൾ. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആര്? ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ TK മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏത്? TK മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏത്? വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘമാണ്. 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത്. സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചു. അപ്പോൾ ഇതൊക്കെ എന്താണ്? 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തത്, കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത്? കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത്. അടുത്തത്, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ഗാന്ധിജി 1916 ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ്. ഏതാണ് ആ സർവകലാശാല? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബനാറസ് ഹിന്ദു സർവകലാശാലയാണ്. അടുത്തത്, 1946 പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാന്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ് 1946 പുന്നപ്ര വയലാർ സമരം. ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേരെന്ത്? ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏത്? ഓപ്ഷൻ എ ആണ്. അഗ്നി 5 ആണ്. അഗ്നി 5. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏത്? ഓപ്ഷൻ ബി ആണ്. കൃഷ്ണയാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത്? ഓപ്ഷൻ എ ആണ്. കൊങ്കൺ സമതലമാണ്. രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ, സർവ്വസൈന്യാധിപൻ, ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ, രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ. രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കലാണ് രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്തത്. രാജ്യസഭാ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. സാമൂഹ്യ സംഘമായ കുടുംബത്തിൻ്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഔപചാരിക ബന്ധം. അടുത്തത്, റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്ക്, 1 രൂപ നോട്ട് അച്ചടിക്കൽ. അപ്പോൾ ഇതിൽ റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? വായ്പ നിയന്ത്രിക്കലും സർക്കാരിൻ്റെ ബാങ്കുമാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ദേശീയ ഹരിത ട്രിബ്യൂണലാണ്. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഒഡീഷയിലാണ് ഉത്കല ആഭ്യന്തര വിമാനത്താവളം. പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നതെന്ത്? ഓപ്ഷൻ ഡി ആണ്. ദൂരമാണ് പ്രകാശവർഷം ഉപയോഗിച്ച് അളക്കുന്നത്. തന്നിരിക്കുന്ന കാന്തത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 ധ്രുവങ്ങൾക്കും തുല്യ ശക്തിയാണ്. ഒഴുകുന്ന ദ്രാവകത്തിലെ കർഷണമാണ്. ഓപ്ഷൻ സി വിസ്കോസിറ്റി.
ഒരു കാർ 5 സെക്കൻഡിനുള്ളിൽ അതിൻ്റെ പ്രവേഗം 18 km/hൽ നിന്ന് 36 km/h ആക്കുന്നു. അങ്ങനെയെങ്കിൽ m/s² അതിൻ്റെ ത്വരണം എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ് 1 ആണ്. വൈദ്യുതി ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര kWh ആണ്? വൈദ്യുതി ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര kWh ആണ്? ഓപ്ഷൻ ബി ആണ് 1. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം F ആണ്. രണ്ട് പിണ്ഡങ്ങളും പകുതിയായി കുറയുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്രയാകും? ആൻസർ ഓപ്ഷൻ ഡി ആണ് F/4 ആകും. പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഖരത്തിലൂടെയാണ് പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ SI യൂണിറ്റ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് യൂണിറ്റ് ഇല്ല. ഒരു ഒറ്റപ്പെട്ട സിസ്റ്റത്തിൻ്റെ ആകെ ഊർജം? ആൻസർ ഓപ്ഷൻ എ ആണ് സ്ഥിരമായി നിലകൊള്ളും. അടുത്തത് കാർബൺ-14 ന്യൂക്ലിയസിൽ എത്ര ന്യൂട്രോണുകളും പ്രോട്ടോണുകളും അടങ്ങിയിട്ടുണ്ട്? ആൻസർ ഓപ്ഷൻ എ ആണ് 8, 6. താഴെ പറയുന്നവയിൽ ഏതാണ് സംക്രമണ ലോഹമല്ലാത്തത്? അലൂമിനിയമാണ് സംക്രമണ ലോഹമല്ലാത്തത്. അന്തരീക്ഷ മർദ്ദം 1 ബാർ ആണെങ്കിൽ ഏത് താപനിലയിലാണ് വെള്ളം തിളയ്ക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ് 99.6 ഡിഗ്രി സെൽഷ്യസ്. മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത ലോഹമേത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കോപ്പർ ആണ്. ഹോമോലോഗസ് സീരീസിലെ തുടർച്ചയായ അംഗങ്ങൾ ഡാഷ് ഗ്രൂപ്പിനാൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ് CH2. മാലക്കൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹമേത്? ആൻസർ ഓപ്ഷൻ എ ആണ് കോപ്പർ ആണ്. കോപ്പറിൻ്റെ അയിരാണ് മാലക്കൈറ്റ്. ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. വൈദ്യ ചികിത്സയിൽ ഇൻട്രാവീനസ് കുത്തിവയ്പ്പിനായി ഉപയോഗിക്കുന്നത് എത്ര ഗാഢതയുള്ള ഉപ്പ് ലായനിയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 0.9%, 0.9%. താഴെ പറയുന്നവയിൽ ഏത് ഘടകമാണ് ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ ബാധിക്കാത്തത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അഭികാരകത്തിൻ്റെ നിറമാണ് ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ ബാധിക്കാത്തത്. അപ്പോൾ അഭികാരകത്തിൻ്റെ ഗാഢത, താപനില, പ്രകാശത്തിൻ്റെ സാന്നിധ്യം എന്നിവയൊക്കെ ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ? ആൻസർ ഓപ്ഷൻ സി ആണ് DNA പ്രൊഫൈലിംഗ് ആണ്. അടുത്തത് മനുഷ്യൻ്റെ ആദ്യ പാലിൽ അഥവാ കൊളസ്ട്രത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് IgA അഥവാ ഇമ്മ്യൂണോഗ്ലോബുലിൻ A ആണ് മനുഷ്യൻ്റെ ആദ്യ പാലിൽ അഥവാ കൊളസ്ട്രത്തിൽ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഹരിതകണത്തിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗം? ആൻസർ ഓപ്ഷൻ ബി ആണ് ഗ്രാനയാണ്. ചെറുകുടലിലെ വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫോലോമികകളെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് ലാക്റ്റിയലുകൾ. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല? ഓപ്ഷൻ ഡി ആണ് ടെൻഡൻ. താഴെ തന്നിരിക്കുന്നവയിൽ ആസ്കോമൈസീറ്റുകൾ എന്ന ഫഞ്ചൈ വിഭാഗത്തിൽ ഉൾപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ സി ആണ് പെൻസിലിയം. ഇവയിൽ ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ? ഓപ്ഷൻ ബി ആണ് നോവാവാക്സ്. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജൂലൈ 26-ന്റെ പ്രാധാന്യം എന്ത്? ജൂലൈ 26-ന്റെ പ്രാധാന്യം എന്താണ്? ഓപ്ഷൻ സി ആണ് കണ്ടൽ ദിനമായി ആചരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും GK ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.